തിരുവനന്തപുരത്തെ കെട്ടിട വിവാദത്തിൽ നിയമ നടപടികളിലേക്ക് നീങ്ങാൻ കോർപ്പറേഷൻ. വാടകയ്ക്ക് നൽകിയ മുഴുവൻ കെട്ടിടങ്ങളുടെയും കരാറുകൾ പരിശോധിക്കും. അതേസമയം MLA ഓഫീസ് വിവാദത്തിൽ VK പ്രശാന്തിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. കോർപ്പറേഷനിലെ കെട്ടിടത്തിൽ MLA ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നത് തുച്ഛമായ തുകയ്ക്കാണെന്നാണ് വിമർശനം. ഗോപാൽ ശീലാസനൽ നൽകുന്നുണ്ട് വിശദാംശങ്ങൾ. ഗോപാൽ, ഈ ഒരു മുറി പ്രശ്നം അതൊരു ത്രികോണ പോരിലേക്ക് കടക്കുന്നു. ശ്രീലേഖ തുടങ്ങി വെച്ചതാണ്. ഇപ്പോൾ അത് വലിയ രീതിയിലേക്ക് മാറുകയാണോ? അങ്ങനെ തന്നെ ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ കണ്ണുവെച്ചുകൊണ്ടാണ് ഈ മൂന്ന് മുന്നണികളും ഇത്തരത്തിൽ ഒരു ത്രികോണപ്പോര എന്ന രീതിയിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായി അല്ലെങ്കിൽ അടുത്ത നടപടി എന്ന നിലയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് കോർപ്പറേഷൻ ഈ വിഷയത്തിൽ നിയമപരമായി നീങ്ങാൻ ഒരുങ്ങുന്നു എന്നതാണ്. VK പ്രശാന്തിന്റെ MLA ഓഫീസുമായി ബന്ധപ്പെട്ട കരാർ പരിശോധിച്ചതിന് ശേഷം നിയമ നടപടികളിലേക്ക് നീങ്ങാനാണ് കൗൺസിലിന്റെ തീരുമാനം. VK പ്രശാന്തിന്റെ ഓഫീസ് മാത്രമല്ല, ഈ സമാനമായ രീതിയിൽ കോർപ്പറേഷൻ നൽകിയിരിക്കുന്ന എല്ലാ വാടക കെട്ടിടങ്ങളുടെയും കരാർ പരിശോധിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ചില കെട്ടിടങ്ങളിൽ ഇത്തരത്തിൽ ചട്ടം ലംഘിച്ച് വാടകയ്ക്ക് നൽകിയിരിക്കുന്നതായി പരാതികളും കണ്ടെത്തലുകളും ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഈ നിയമ നടപടികളും പരിശോധനകളും നടത്താനാണ് ഇപ്പോൾ കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ മറുവശത്ത് ഈ വിഷയത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനാണ് CPMന്റെ തീരുമാനം. MLA എന്ന നിലയ്ക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്നയാളെ വ്യക്തിഹത്യ ചെയ്യാനാണ് കോൺഗ്രസും BJPയും ചേർന്ന് ശ്രമിക്കുന്നത് എന്നതായിരുന്നു ഇന്നലെ VK പ്രശാന്ത് MLA വ്യക്തമാക്കിയത്. അതേ ആരോപണം അല്ലെങ്കിൽ ആക്ഷേപം തന്നെയായിരിക്കും ഇതിൽ തുടർന്നും ഉന്നയിക്കുക. അതേസമയം തന്നെ ഇന്നലെ KS ശബരിനാഥനാണ് ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു തീപ്പൊരിക്ക് തീ കൊളുത്തിവിട്ടത്. അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ട് MLA ഹോസ്റ്റലിലെ ഓഫീസ് VK പ്രശാന്ത് MLA ഓഫീസായി ഉപയോഗിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. വളരെ ചുരുങ്ങിയ വാടകയ്ക്ക് നഗരത്തിൽ ഇത്തരത്തിലൊരു കെട്ടിടം എടുത്ത് ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് MLA ഹോസ്റ്റലിലെ കെട്ടിടം ഉപയോഗിക്കുന്നതല്ലേ എന്നും എന്തുകൊണ്ട് ഇത്രയും ചുരുങ്ങിയ പൈസയ്ക്ക് വാടക എന്ന രീതിക്ക് ഈ കെട്ടിടം നൽകിയെന്ന കാര്യം പരിശോധിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു KS ശബരിനാഥൻ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവച്ച പോസ്റ്റിൽ സൂചിപ്പിച്ചിരുന്നു. അതിനെയും BJP കോൺഗ്രസ് അന്തർധാര അല്ലെങ്കിൽ ധാരണ എന്ന തരത്തിലേക്ക് വ്യാഖ്യാനിച്ച് ഒരു ഇരവാദം ഉന്നയിക്കാനാണ് CPMും VK പ്രശാന്ത് MLAയും തീരുമാനിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഈ വിഷയം അടുത്തെങ്കും തന്നെ പരിഹരിക്കപ്പെടുമെന്നോ ഇതിന്റെ ചർച്ചകൾ അവസാനിപ്പിക്കുമെന്നോ കരുതേണ്ടതായിട്ടില്ല. വലിയ തരത്തിലേക്കുള്ള ചർച്ചകളും ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഈ ദിവസങ്ങളിലും ഇത് ഉണ്ടാകാൻ തന്നെ തുടർന്നു പോകാൻ തന്നെയാണ് സാധ്യത. ശരി, ഗോപാൽ ശിലാസനലാണ് വിശദാംശങ്ങൾ നൽകിയത്. ശ്രീലേഖ ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചതിന് ആദ്യം കോർപ്പറേഷൻ അതിൽ പരിഗണിക്കാനോ അല്ലെങ്കിൽ അതിൽ പ്രതികരിക്കാനോ തയ്യാറായിരുന്നില്ല. ഇപ്പോഴിതാ നിയമ നടപടികൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്.